ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരിക്കും. ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കൂട്ടോ. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ജോലികളൊക്കെ എളുപ്പം തീർക്കും ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ടൈമൊക്കെ ഉണ്ടാവും. മറ്റേ ചിലപ്പം നമ്മൾ തഹജ്ജുദും സുബഹിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ചിലർക്കൊക്കെ ഒന്ന് കടന്നുറങ്ങും. പക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ എണീക്കുക ആകെപ്പാടെ ഒരു മപ്പ് പിടിച്ചിട്ടേക്കാരം. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോകും. ഏകദേശം നമ്മൾ രാവിലെ തന്നെ ഒന്ന് എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി. ഇപ്പം മാവൊക്കെ പൂക്കണ കാലമാണല്ലോ. അപ്പോൾ ആ പൂവൊക്കെ ഒന്ന് കണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ കടുപ്പത്തിൽ ചായ കുടിച്ചിട്ടുണ്ട്. ഇതോടുകൂടി കുടിക്കുമ്പോൾ പൂർണ്ണ ആശ്വാസം തന്നെ കിട്ടും കേട്ടോ. പിന്നെ മോൾ മദ്രസക്ക് പോവാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ മദ്രസയിലേക്ക്. അപ്പോൾ ഞാൻ ആക്കി കൊടുക്കുക ചെയ്യുക. രാവിലെ ഈ നായ്ക്കളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും കൂടി ഒന്നാ പോവും. എനിക്കാണെങ്കിൽ മോർണിംഗിലൊരു നടത്തം ആകും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഞാൻ പകുതിയൊക്കെ ഞാൻ പോവും. എന്നിട്ട് പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ തിരിച്ചു പോരും. പിന്നെ അങ്ങനെ അവൾ പോകും കേട്ടോ. വന്നിട്ട് ഞാൻ പത്തിരിയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയെന്ന്. ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ട് കറി വെക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പത്തിരി പരത്താനൊക്കെ എനിക്ക് ആളുണ്ട് കേട്ടോ. ഹെൽപ്പർ ഇല്ലാത്തൊരു കേടുമില്ല. അപ്പോൾ ഒക്കെ നേരെ ചെയ്ത് തരുമൊക്കെ ചെയ്യും. പക്ഷേ ഇതുണ്ടോ കറക്റ്റ് ചെയ്ത് തരും. പക്ഷേ ചിലപ്പം പൊസിഷനൊക്കെ മാറും. സെൻറ്ററിൽ വെക്കേണ്ടത് അറ്റത്ത് വെക്കും. അങ്ങനത്തെയൊക്കെ പണിയുണ്ട്. അപ്പോൾ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ പിന്നെ അങ്ങനെ ചെയ്യും. ബീഫ് കറി അവിടെ റെഡി ആയിരുന്നു കേട്ടോ. ബീഫിന് ഓൾറെഡി വേവിച്ച് വെച്ചോണ്ട് അതൊക്കെ അവിടെ റെഡി ആയിട്ട് തേങ്ങ പാരാൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പത്തിരി ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പിന്നെ ചുടണം. പിന്നെ ഇപ്പോൾ ഭയങ്കര കാറ്റും ഇതൊക്കെയാണല്ലോ. അപ്പോൾ ചമ്മലക്ക് ഒരു കുറവുമില്ല കേട്ടോ. ചമ്മല ഒരു ദിവസം അടിക്കുമ്പോൾ പിറ്റേ ദിവസം ഇതിൻ്റെ ഡബിൾ ഉണ്ടാവും ചമ്മല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് അങ്ങോട്ട് കത്തിക്കാനാക്കണം കേട്ടോ. ഒരുപാട് ഉണ്ടാവും. ക്ലീനാക്കിയാൽ കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ചമ്മലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊരു ഭാഗത്തൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പാത്രം കഴുകാൻ രാവിലെ അങ്ങ് പത്തിരിയൊക്കെ ചുട്ടച്ച് പോയതാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഇന്നലെ പൂരയായിരുന്നല്ലോ, നമ്മളെ കട്ടുപ്പാറ പൂര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ ജിലേബി. പൂരത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾ ഇനി ഇങ്ങനെ കിട്ടും. അങ്ങനെ ഒരാൾ അതേനെ നടക്കുന്നുണ്ട്. ഒരാൾ സ്കൂളിലേക്ക് മാറ്റുന്നുണ്ട്. എനിക്ക് 3 മക്കളാട്ടോ. 3 പെൺമക്കളാണ്. വലിയ ആൾ സ്കൂൾക്ക് പോയി. അപ്പോൾ ഒരാൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചോറിലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ തുടക്കാൻ നിന്നു. അപ്പോൾ ഈ തുടവ് കണ്ടിട്ട് ഇങ്ങനെയാണ് തുടക്കൽ നിങ്ങൾ കരുതരുതേ. ഇത് ഫോണുണ്ട് കേട്ടോ ഒരു കയ്യിൽ. അപ്പോൾ വീഡിയോ പിന്നെ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ടൈം കുറേ പോകും. അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒന്ന് തുടക്കണത് വീഡിയോ എടുത്തതാണ്. നമ്മൾ നേരെ തുടക്കും കേട്ടോ. ഞാൻ 2 പ്രാവശ്യമൊക്കെ തുടക്കും നിലം. ഫസ്റ്റ് ഒന്ന് വെള്ളത്തോടുക്കനെ തുടക്കും. പിന്നെ വെള്ളം നല്ല പിഴിഞ്ഞിട്ടും തുടക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചളിയൊക്കെ പോരും. അങ്ങനെ തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ മാങ്ങ അച്ചാർ, ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ നമ്മൾ ഈ വിലക്കുറവിൽ വൈകുന്നേരം മീൻ കിട്ടുന്നുണ്ട് മേടിച്ചിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. രാവിലെ തന്നെ നല്ലത്. വൈകുന്നേരം ആകുമ്പോൾ കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഒരു മാതിരി അത്. അതിനെ കുറച്ച് ഇഡ്ഡലിക്കുള്ളതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് തന്നാൽ നാളെ സേഫാണല്ലോ. കാരണം രാവിലെ അതുണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ രാവിലെ കൺഫ്യൂഷനായി കാരണം നീച്ചിട്ട് എന്താ ഉണ്ടാക്കുക. പിന്നെ ഒന്ന് പുറത്ത് പോയി വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ടപ്പുള ചിപ്സ്. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായക്ക്. പിന്നെ അരിയൊക്കെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത്. എനിക്ക് ആകെ ചിലപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ ചിന്ത അതേ കഴിഞ്ഞപ്പോൾ നാളെ എന്തുണ്ടാക്കുക. എളുപ്പത്തിലുള്ള വല്ലതും ആവും ഞാൻ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരച്ച് വെച്ചാൽ പിന്നെ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ ഒരു സമാധാനമാണ്. 2 ദിവസത്തിനൊക്കെ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും. കറി എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ നല്ല മാങ്ങ കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പോൾ മാങ്ങ കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ട് ഉമ്മ ഇവിടെ നല്ല അടിപൊളി മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ അവിടെ അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറിന് കൂട്ടാത്തൊക്കെ മതി കേട്ടോ.
ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെടുത്തിയും എൻ്റെ വായിൽ വെള്ളം വരും. അങ്ങനെ രാത്രിക്കത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളതാ ക്ലീനാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയും ചോറ് തിന്നുമ്പോൾ മീൻ തന്നെ എടുത്തേക്കണം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പൊരിച്ച് വെച്ചത് കഴിക്കണ്ടേ. അപ്പം മാങ്ങാ ചമ്മന്തി അരച്ചിന്ന്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കഴിച്ച് ചോറ് അങ്ങനെ ഫിനിഷ് ആക്കി റൂമിലേക്ക് വന്നിട്ടില്ല. അലങ്കോലങ്ങളാണിത്. റൂം ആകെ വലിച്ച് വാരിയിടും. ഇത് ചെറിയ ആളാണ് കേട്ടോ. ചെറിയ ആളൊരു ട്രൗസറൊക്കെ തിരയണ കോലാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വലിച്ചിടും ട്രൗസർ. എന്നിട്ട് ഞാൻ വേറൊരു കൊട്ടയിൽ ഇടുക ചെയ്യുക. അപ്പോൾ ഓളെ ട്രൗസർ ഒരു 5 മിനിറ്റിലുള്ള 10 ട്രൗസർ മാറ്റും. അപ്പൊക്ക് ദേഷ്യം മുടിച്ചിട്ട് ഞാൻ വീണ്ടും അത് അൽമറയ്ക്ക് തന്നെ വെക്കലോർത്തിയതുണ്ടോ. ഇതിപ്പോൾ ഇന്ന് രാത്രിക്കൊരു 8 10 കൂട്ടൊക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ വലിച്ചു വാരി ഇടും. എന്നിട്ട് അത് അവിടെ തന്നെ കൊണ്ടു നിൽക്കും. അപ്പം ഞാൻ ഇതാവും പറയാമെന്ന് വിചാരിച്ചിട്ടാവില്ല അവിടെ ഡാൻസ് കളിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ഓണാക്കി ആ ഡാൻസ് കളിക്കുക എന്നും ചെയ്യാനും ഒപ്പന കളിക്കുക എന്താ ചെയ്യണമെന്നല്ല, ഒപ്പന കളിക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇന്ന് കിടക്കണമെങ്കിൽ. കാരണം മനുഷ്യന്മാരുടെ അവസ്ഥയാണല്ലോ, രാത്രി എന്താ വരിക, നമുക്ക് ഏത് നേരത്താണ് പടച്ചോൻ മരണം വെച്ചേക്കണമെന്ന് അറിയില്ലല്ലോ. കാരണം നമ്മൾ ക്ലീൻ ആക്കാതെയൊക്കെ കിടന്ന, അപ്പം എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ തോന്നും. കാരണം ബെഡിലൊക്കെ തുണിയിട്ടാൽ പടച്ചോൻ എന്തെങ്കിലും ആയിട്ട് 4 ആളെ വിളിക്കേണ്ടി വന്നാലുള്ളൊരവസ്ഥ എന്താവും. അപ്പം ഞാനതൊക്കെ 12 മണിയായാലും വെള്ളം ഞാനൊക്കെ മടക്കി വെച്ച് കറക്റ്റാക്കിയിട്ടേ പിന്നെ കിടക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ആ ഒരു അൽമറൊക്കെ ക്ലീൻ ചെയ്ത് മടക്കി വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉറക്കം വരലോർത്തിട്ടോ. പിന്നെ ഇവള് ഡാൻസിൻ്റെ ആളാണ്. അപ്പോൾ ഇവള് പിന്നെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അത് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊക്കെ റെഡിയാക്കിയ റൂമൊക്കെ. അപ്പോൾ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരേണ്ടത്. എല്ലാവർക്കും ബൈ ബൈ.